ഹലോ, ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോൻ്റെ പിറന്നാളാണ്, കണ്ണൻകുട്ടിയുടെ പിറന്നാളാണ്. 3 വയസ്സായിട്ട് അവന്. അപ്പോൾ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ സൺഡേ ആണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ജസ്റ്റ് അവനെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോകലും പിന്നെ അതിന് വേണ്ടിയിട്ടൊരു സദ്യ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയണത്. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചു. നമുക്ക് ഏറ്റവും എന്താ പറയുക ബുദ്ധിമുട്ടേറിയ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടെന്നല്ല, കുറച്ച് സമയം വേണ്ട പണിയാണല്ലോ ഈ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് തലേന്ന് തന്നെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് രാവിലെ കുറച്ചധികം പണികളുണ്ട് വീട്ടിൽ. കാരണം നമുക്ക് ടീ ഷോപ്പാണ്. അപ്പോൾ ടീ ഷോപ്പിലേക്ക് ആവശ്യമുള്ള ഈ എണ്ണക്കടികളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് അതാണ് നേരത്തെ കാണിച്ച പത്തിരിയും പഴംപൊരിയൊക്കെ, അതുപോലെ ഉഴുന്നുവട, ഉള്ളിവട, മസാല പോണ്ട, അങ്ങനത്തെ ഒരുവിധം കടികളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ സദ്യയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഉപ്പേരി, സാമ്പാർ, അവിയൽ, കാളൻ, ഇഞ്ചിമുളി, അച്ചാർ, ഓലൻ, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള പായസം പരിപ്പ് പായസമാണ് നമ്മൾ വെച്ചത്. ഇതൊക്കെ അമ്മയുടെ സ്പെഷ്യൽ കറികളും പായസമൊക്കെയാണ് കേട്ടോ. അതിൽ നമ്മൾ നാളികേരക്കൊത്തൊക്കെ വറുത്തിട്ടിട്ട് അടിപൊളി പായസമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും ഉണ്ണിയും ചേട്ടനും കൂടിയിട്ട് അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോണ വഴിക്ക് കടയിൽ കയറി അച്ഛനൊക്കെ കണ്ടു. അങ്ങനെ നേരെ അമ്പലത്തിൽ പോയിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായി, കാരണം ഒരു ക്ഷേത്രത്തിൽ മാത്രം നമ്മൾ പോയിട്ടുള്ളൂ കേട്ടോ. പുളിയന്ത്രക്കോവിൽ എന്ന് പറഞ്ഞിട്ട് ശിവൻ്റെ ക്ഷേത്രമാണ്. അവിടെ പോയിട്ട് ഉണ്ണിയുടെ പേരിൽ വഴിപാടും പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ കഴിച്ചു. അവിടെ ഒരു കുളമൊക്കെ ഉണ്ട്, അവിടെ പോയിട്ട് ഉണ്ണിയുടെ ഫോട്ടോസൊക്കെ കുറച്ചെടുത്തു. അങ്ങനെ നമ്മൾ നേരെ വന്നത് ഉണ്ണിയുടെ അംഗൻവാടിക്കാണ് കേട്ടോ. അംഗൻവാടിയിൽ അവൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾ ഗിഫ്റ്റും അതുപോലെ തന്നെ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാണ്. സാധാരണ ദിവസങ്ങളിൽ അവന് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. നഴ്സറിയിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓക്കെ, പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്തിരി വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം ഇതൊക്കെ കൊണ്ടുപോകണ കാരണം നല്ല ഹാപ്പിയിലാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങളെ കണ്ടോട് കൂടിയിട്ട് എല്ലാ ഉണ്ണോളും പുറത്തേക്ക് വന്നു, മിഠായും കാര്യങ്ങളൊക്കെ കണ്ടോട് കൂടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇവനെ ചുറ്റും നോക്കിയിട്ട് എന്നോട് അകത്തേക്ക് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ടീച്ചർ വന്നൊരു ടീച്ചറുണ്ടായിരുന്നുള്ളൂ, ടീച്ചർ ലീവായിരുന്നു. പിന്നെ കുറച്ച് പിള്ളേരും ഇപ്പോൾ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം ഒരുവിധം പിള്ളേർക്കൊക്കെ ഈ പനിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുറച്ച് പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് പിള്ളേർ ലീവായിരുന്നു. അങ്ങനെ എല്ലാം ഉള്ളിൽക്കും സന്തോഷമായി. അപ്പോൾ നിഹർഷിൻ്റെ പിറന്നാളാണ്, അവനെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ എല്ലാ പിള്ളേരെയും അവിടെ ഇരുത്തിയിട്ടാണ്. എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ഹാപ്പി ബർത്ത്ഡേ പറയാൻ കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ആര്യ നിഹാഷിന്റെ ടാ. ഹാപ്പി ബർത്ത്ഡേ എത്ര അനുസരണയോടും അച്ചടക്കത്തോട് കൂടിയിട്ടാണല്ലേ നമ്മുടെ പിള്ളേർ ഇരിക്കുന്നത്. ഒരു കുഞ്ഞു മനസ്സാണല്ലേ. അപ്പോൾ അവർക്ക് എന്താ പറയുക, അവർക്ക് ഈ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമായി. കഴിഞ്ഞിട്ട് ഉണ്ണി ക്രയോൺസ് കൊടുത്തിട്ട് എല്ലാ ഉണ്ണികൾക്കും, കാരണം അവനും കിട്ടാറുണ്ട് ഇതുപോലെ ഓരോ ഉണ്ണികളുടെ ബർത്ത്ഡേക്കും ഗിഫ്റ്റ്. അവന് എന്താ പറയുക പെൻസിലും റബ്ബറൊക്കെ ആയിട്ട് അവൻ വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഉണ്ണിയുടെ പിറന്നാളായപ്പോൾ നമ്മളും ഉണ്ണികൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. അതൊരു സന്തോഷം. അത് കഴിഞ്ഞിട്ട് ചോക്ലേറ്റ്സും കൊടുത്തിട്ട് അപ്പോൾ എല്ലാവരും താങ്ക് യു, വെൽക്കം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണികളൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർക്ക് എന്താ പറയുക, അവർക്ക് എന്ത് കിട്ടിയാലും ആ പ്രായത്തിൽ സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാവരും അത് നോക്കിയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഉണ്ണിക്ക് ലീവ് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയുള്ളത് അവന് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അവിടെ ഇരുത്തിയില്ല, ടീച്ചറോട് ലീവ് പറഞ്ഞിട്ട് അവനും കൊണ്ടിട്ട് ഞാൻ പോകുന്നു കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഉണ്ണികൾക്ക് പനിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ, മക്കളെയൊക്കെ തിളപ്പിച്ചായിട്ട് വെള്ളം കൊടുക്കാൻ എന്തായാലും അമ്മമാർ ശ്രദ്ധിക്കാണ്ടിരിക്കില്ല എന്നറിയാം. എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. വീട്ടിൽ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂട്ടി ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അവൻ്റെ പിറന്നാൾ ഇന്നാണെങ്കിലും ഞങ്ങൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്